ഇതിന് പെർപെൻഡിക്കുലർ ആണ് നിങ്ങളുടെ ലൈൻ. ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 ആയിരിക്കും. പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. റൊട്ടേറ്റഡ് ഇൻ കൗണ്ടർ ക്ലോക്ക് വൈസ് ത്രൂ ആൻ ആംഗിൾ 15 ഡിഗ്രി. അതായത് ഈ ലൈനെ റൊട്ടേറ്റ് ചെയ്തു, ഓപ്പോസിറ്റ് ടു ക്ലോക്ക് ആട്ടോ, ഇങ്ങനെയല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തത് അത് എവിടെ കൊണ്ടു? വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന് 0 കൊടുത്താൽ മതി. എക്സിന് 0 കൊടുത്താൽ -3y = +4 = 0, y = 4/3, ഫിഫ്ത്ത് ഓപ്ഷൻ. Hello my dear students, welcome to Professor P.C. Thomas classes and Chaitanya classes. KEAM 2025 PYQ ഡിസ്കഷനിൽ ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻസ് 11th കോർഡിനേറ്റ് ജോമെട്രിയിൽ വരുന്ന സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് 2026 ഈ വർഷം KEAM അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് മാർച്ച് 13 CBSE സ്റ്റുഡൻസിന് ക്രാഷ് ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ മാർച്ച് 18 സ്റ്റേറ്റ് സിലബസിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓരോ ദിവസവും ഓരോ ടോപ്പിക്ക് വെച്ച് ഡീറ്റെയിൽഡായിട്ട് തിയറി നിങ്ങൾക്ക് പറഞ്ഞു തന്ന് ഫോർമുലാസൊക്കെ ബ്രീഫ് ചെയ്ത് PYQ ക്വസ്റ്റ്യൻസ് നേരത്തെയൊക്കെ കീമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് ക്ലാസ്സുകൾ മുന്നോട്ട് പോകും. എല്ലാ ദിവസവും പഠിപ്പിച്ച ടോപ്പിക്കുമായി കണക്റ്റഡ് ആയിട്ട് മോക്ക് എക്സാമുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ കംപ്ലീറ്റ് ടോപ്പിക്കിൻ്റെ കീം മോഡൽ എക്സാമൊക്കെ ലാസ്റ്റ് ഉണ്ടാവും. 2026 ഏപ്രിൽ നടക്കുന്ന കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും അഡ്മിഷൻ എടുക്കുന്നതിനെല്ലാം വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യാം. അതല്ലെങ്കിൽ ഈ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും, ഇവിടെ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താലും നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ ഈ QR കോഡ് സ്കാൻ ചെയ്യുക, അതല്ലെങ്കിൽ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ 11th 12th പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എൻട്രൻസിനൊക്കെ ആയാലും NCERT ലെവൽ തിയറി കൺസെപ്റ്റുകൾ, അതോടനുബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഓരോ സബ്ജക്റ്റ് വൈസ് ചാപ്റ്റർ വൈസ് തിരിച്ച് യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് പരിശോധിക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ള 11th 12th +1 +2 ടോപ്പിക്കിന് വേണ്ടിയിട്ട് NCERT മാത്തമാറ്റിക്സ് ഒക്കെ ആയാലും NCERT ബേസ് ചെയ്ത് തിയറി പ്ലസ് NCERT എക്സസൈസിലെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും വർക്കൗട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾ സ്കൂളിലെ എക്സാമിനായാലും എൻട്രൻസിനായാലും ഇത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ടോപ്പിക്ക് ഡിസ്കഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ 12th പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം മറന്നുപോയിട്ടുണ്ടാവും. എങ്കിലും ടഫ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഏകദേശം ഒരു 18ഓളം ക്വസ്റ്റ്യൻസാണ് ചോദിച്ചത്. ഓൺ ആൻ ആവറേജ് 3 ക്വസ്റ്റ്യൻ വീതം ഒരു എക്സാമിന് വന്നിട്ടുണ്ട്. ബേസിക് ഫോർമുലാസ് NCERT ഫോർമുല മാത്രം അറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള പോയിൻറ്റ്സോടെ അറിഞ്ഞാൽ സ്പീഡായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്ക് 1 by 1 ആയിട്ട് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സ്ട്രെയിറ്റ് ലൈൻ AX + BY + C = 0 passes through the point -10, 7. If the line is perpendicular to this line, then the value of C. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. അപ്പോൾ y - y0 = m × x - x0. നിങ്ങൾ ഫോർമുല പഠിച്ചിട്ടുണ്ട് അല്ലേ? പാസ് ചെയ്യുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, സ്ലോപ്പും അറിയാമെങ്കിൽ y - y0 = m × x - x0. പിന്നെ സ്ലോപ്പ് വേണം. സ്ലോപ്പ് എന്ന് പറയുന്നത് ഈ ലൈൻ്റെ സ്ലോപ്പ് എത്രയായിരിക്കും? മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ, ദാറ്റ് ഈസ് 11/7. ഇതിന് പെർപെൻഡിക്കുലർ ആണ് നിങ്ങളുടെ ലൈൻ. ഇതിന് പെർപെൻഡിക്കുലർ ആണെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീൻ ചെയ്യുന്നത്? പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ് -1 ആയിരിക്കും. പാരലൽ ആണെങ്കിൽ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതിന് പെർപെൻഡിക്കുലർ ആവുമ്പോൾ സ്ലോപ്പ് എന്തായിരിക്കും? -7/11 ആയിരിക്കും അല്ലേ? പ്രോഡക്റ്റ് എടുത്താൽ -1 കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 11y - 77 = -7x - 70. റീഅറേഞ്ച് ചെയ്താൽ 7x + 11y + 7 = 0.
സോറി +7 അല്ല -7 അല്ലേ, -70 ലെഫ്റ്റിലേക്ക് വരുമ്പോൾ +70 ആയി. അപ്പോൾ ഈ ഇക്വേഷനുമായിട്ട് കമ്പയർ ചെയ്യുക. എ എന്ന് പറയുന്നത് 7, ബി എന്ന് പറയുന്നത് 11, സി എന്ന് പറയുന്നത് -7. അവർ സി മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സെക്കൻഡ് ഓപ്ഷൻ -7 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് എ ബി സി ഇസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എ ബി സി എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. എ ബി സി ഇസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. A, B, C is an equilateral triangle. If the coordinate of A is -2, 2, BC along the line x plus y equal to 6. ഈ ലൈനിലാണ്, ഇതാണ് ബി സി എന്ന് പറയുന്ന ലൈൻ. ബി സിയും പോയിന്റ് തന്നിട്ടില്ല. ദെൻ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ. നിങ്ങൾക്കറിയാം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ അതിൻ്റെ സൈഡിൻ്റെ എല്ലാ ലെങ്ത് സെയിം ആയിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചാൽ ഡ്രോ എ പെർപെൻഡിക്കുലർ ഒരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഇൻ ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈ ആംഗിൾ 60 ആയിരിക്കും. ഈ സൈഡ് a/2 ആയിരിക്കും. ഏത് ഡി സി എന്ന് പറയുന്നത് a/2 ആയിരിക്കും. ടോട്ടൽ ലെങ്ത്തിൻ്റെ ഹാഫ് ആയിരിക്കും വരുന്നത്. കാരണം ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ ഓൾട്ടിറ്റ്യൂഡും മീഡിയനും എല്ലാം സെയിം ആയിരിക്കും. ഇനി എ ഡി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എ ഡി എന്തായിരിക്കും, പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് മോഡുലസ് AX1, അതായത് 1 × -2 പ്ലസ് BY1 1 × 2. ഇതാണ് x1 y1, ഇതാണ് ലൈൻ. -6/(a² + b²) 1 + 1, which is 2 cancel 6/√2 എന്ന് വരും. ആര്, എ ഡി എന്ന് പറയുന്നത് 6/√2 എന്ന് വരും. നമുക്ക് സൈഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ട്രയാങ്കിൾ എ ഡി സി എടുത്താൽ sin 60 എന്തായിരിക്കും, sin 60 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ഡി എന്ന് പറഞ്ഞാൽ 6/√2 ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എ. ദാറ്റ് ഇംപ്ലൈസ് എന്ത് കിട്ടും ഇതിനകത്തുനിന്ന്, ഫ്രം ദിസ് വി ഗെറ്റ് sin 60 എന്ന് പറയുമ്പോൾ √3/2 = 6/√2a. 6/√2a ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a = 6/√2 × 2/√3. These 2 are cancelled. അപ്പോൾ √2 കിട്ടും. These 2 are cancelled. അപ്പോൾ 2√3 എന്നും കിട്ടും അല്ലേ. 6നെ നമുക്ക് 2 × 3 എന്ന് എഴുതാം. ഇത് രണ്ടോടെ മൾട്ടിപ്ലൈ ചെയ്താൽ 2√6 ഫിഫ്ത്ത് ഓപ്ഷൻ കിട്ടും. 2√6 ഫിഫ്ത്ത് ഓപ്ഷൻ. ചെറിയൊരു കൺസ്ട്രക്ഷൻ, നിങ്ങൾക്ക് അറിയാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ ആ റിസൾട്ട് ബൈ ഹാർട്ട് ഓർത്തിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ എ ബി സി 3 വെർട്ടീസസ് തന്നിട്ടുണ്ട് ട്രയാങ്കിളിൻ്റെ. ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ സി ആൻഡ് പാരലൽ ടു എ ബി. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിയിലൂടെ പാസ് ചെയ്യണം. y - y0 = m × x - x0. y - y0 = m × x - x0. m എന്ന് പറഞ്ഞാൽ എ ബിയുടെ സ്ലോപ്പ് അല്ലേ, എ ബിക്ക് പാരലലാണെന്നാണ് പറഞ്ഞേക്കണേ. സ്ലോപ്പ് ഓഫ് എ ബി എന്ത് കിട്ടും, സ്ലോപ്പ് ഓഫ് എ ബി എന്ന് പറഞ്ഞാൽ y2 - y1 -2 - 2 x2 - x1 1 - -1, which is equal to what, that is -4/2, which is -2. ഈ സ്ലോപ്പ് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം, കാരണം പാരലൽ എന്നാണ് പറഞ്ഞേക്കണേ, പെർപെൻഡിക്കുലർ അല്ല, പാരലൽ. Simplify this. y + 2 = -2x - 4. 2x + y = what, -6. അല്ലെങ്കിൽ അത് ലെഫ്റ്റിലേക്ക് വന്നാൽ +6 = 0. 2x + y + 6 = 0. സെക്കൻഡ് ഓപ്ഷൻ കിട്ടും. ഫിഫ്ത്ത് ഓപ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ഡിസ്റ്റൻസ് ഓഫ് ദ ലൈൻ ഫ്രം ദ പോയിന്റ് ഇറ്റ്സ് 5 units. ഡിസ്റ്റൻസ്, ഒരു പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെ കാണും, മോഡുലസ് AX1 4 × 1 പ്ലസ് BY1 3 × 2 പ്ലസ് K
ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സീക്വൽ ടു 5 എന്ന് അവർ തന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്ലസ് ഓർ മൈനസ് 5 എടുക്കണം. ഏരിയ ഡിസ്റ്റൻസ് ഒക്കെ തരുമ്പോൾ നമ്മളത് പ്ലസ് ഓർ മൈനസ് കൺസിഡർ ചെയ്യണം. കാരണം നമുക്കിപ്പോൾ -5 എന്നാണ് കിട്ടുന്നത് എങ്കിലും +5 പറയുന്നു. ആ രീതിയിൽ നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവിടെ മോഡുലസ് എടുക്കുമ്പോൾ നിങ്ങൾ +5 എടുത്താൽ മതി. ഈ മോഡുലസ് അവിടെ നിന്ന് മാറ്റുമ്പോൾ 4 - 6 ദാറ്റ് ഈസ് -2 k - 2 by 5 equal to plus or minus 5. K minus 2 is equal to plus or minus 25. K is equal to 25 plus 2 that is 27 minus 25 plus 2 that is minus 23. So 27 and minus 23. First option is correct. Next, two sides of a parallelogram along the lines. ഒരു പാരലോഗ്രത്തിൻ്റെ 2 സൈഡ് അവർ തന്നിട്ടുണ്ട്. എ ബി സി ടി എന്ന് ഞാൻ പാരലോഗ്രത്തെ വിളിച്ചാൽ ഒരു സൈഡ് x+y = 5, അടുത്ത സൈഡ് x - y = -5. കാരണം ഇത് രണ്ടും ഓപ്പോസിറ്റ് സൈഡുകളായിരിക്കില്ല. ഓപ്പോസിറ്റ് സൈഡ് ആണെങ്കിൽ പാരലൽ ആവണം, സ്ലോപ്പ് സെയിം ആവണം. അപ്പോൾ ഇത് രണ്ടോടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് സിംപ്ലിഫൈ ചെയ്താൽ പെട്ടെന്ന് തന്നെ കിട്ടും 0, -5. 0, -5 അല്ല 0,5 അല്ലേ? 0,5 0,5 കൊടുത്താൽ 5 കിട്ടും, 0,5 കൊടുത്താൽ -5 കിട്ടും. യെസ്, ഇത് തന്നിട്ടുണ്ട്. ഇഫ് ദ ഡയഗണൽ ഓഫ് ദ പാരലോഗ്രാം ഇൻ്റർസെക്റ്റ് അറ്റ് 3, 6. ഈ പാരലോഗ്രത്തിൻ്റെ ഡയഗണൽ എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു? ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് 3, 6. ഓക്കെ, ദെൻ വൺ ഓഫ് ഇറ്റ്സ് വെർട്ടെക്സ്. ഏറ്റവും എളുപ്പം നമുക്ക് സി എന്ന് പറയുന്ന വെർട്ടെക്സ് കാണാം. സി എന്ന് ഇതിൻ്റെ മിഡ് പോയിന്റ് ആയിരിക്കും അല്ലേ? ഡയഗണൽസ് ഓഫ് എ പാരലോഗ്രാം ബൈസെക്ട് ഈച്ച് അതർ. അപ്പോൾ ഇത് മിഡ് പോയിന്റ് ആയിട്ട് വരണമെങ്കിൽ ഇവിടെ 6 വരണ്ടേ? 6 + 0/2 ദാറ്റ് ഈസ് 3. ഇവിടെ 7 വന്നാൽ പോരെ? 7 + 5 12/2 6. സോ 6, 7 എന്ന ആൻസർ കിട്ടും. ഫോർത്ത് ഓപ്ഷൻ. അല്ലെങ്കിൽ x1 + x2/2 മിഡ് പോയിന്റ് ഫോർമുല അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ ഒരു ലൈൻ്റെ ഇക്വേഷൻ തന്നിരിക്കുന്നത്. ഇക്വേഷൻ ഓഫ് എ സ്ട്രേറ്റ് ലൈൻ സച്ച് ദാറ്റ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ ദ ലൈൻ. ഏത് പോയിന്റാണ് ഈ 2 ലൈനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? 2 മെത്തേഡിൽ ചെയ്യാം. ഒന്ന്, ഇപ്പോൾ ഈ ലൈനിനെ ഈ ഫോമിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വേറെ ഒന്നും വേണ്ട, കംപ്ലീറ്റ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 3/4a plus 2/4b that is 1/2 എന്ന് എഴുതാം. 1/2b plus c = 0. ഓക്കെ, ഈ ലൈനുമായിട്ട് കമ്പയർ ചെയ്യുക. എയുടെ പ്ലേസിൽ എ അങ്ങനെ തന്നെ വരുന്നു, ബി അങ്ങനെ തന്നെ വരുന്നു, സി അങ്ങനെ തന്നെ വരുന്നു. അപ്പോൾ എക്സിൻ്റെ പ്ലേസിൽ നമുക്ക് 3/4 എന്നും വൈയുടെ പ്ലേസിൽ 1/2 എന്നും എടുക്കാൻ പാടില്ല. രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ so the point become 3/4, 1/2. 3/4, 1/2. 3/4, 1/2 എന്ന് പറയുന്നത് ഈ ലൈനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അതുപോലെ തന്നെ ഇതിനകത്ത് സാറ്റിസ്ഫൈഡ് ആണ്. ഓപ്ഷൻ 3/4, 1/2 ഫസ്റ്റ് ഓപ്ഷൻ. ഈ ലൈനെ ഈ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അതല്ലെങ്കിൽ ഇതിനെ കംപ്ലീറ്റ് 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെയും ചിന്തിക്കാം. അപ്പോൾ 4c എന്ന് വരും. എന്നിട്ട് കമ്പയർ ചെയ്താലും കുഴപ്പമില്ല. അടുത്തത് a not equal to 1, b a non-zero real number if the lines are perpendicular. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് സ്ലോപ്പ്. ഫസ്റ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ത് വരും? -2 മൈനസ് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് വൈ. സെക്കൻഡ് ലൈൻ്റെ സ്ലോപ്പ് എന്ത് വരും? -1/2. then -2/a into -1/2 is equal to -1 because these two lines are perpendicular. 2 cancel, minus plus, so a is equal to what? A is equal to -1. Fourth option is correct. Two lines are perpendicular, then product of slope is -1. Which one of the following lines passes through the point of intersection of? 2 ലൈൻ തന്നിട്ടുണ്ട്. ഒന്ന് x + y = 5, അടുത്തത് 2x +
y ഈക്വൽ ടു 7. ഈ രണ്ട് ലൈനോട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കണ്ടുപിടിച്ചാൽ മതി. സബ്ട്രാക്ട് ചെയ്താൽ x ഈക്വൽ ടു 2 കിട്ടും. x ഈക്വൽ ടു 2 കൂടെ കൊടുത്താൽ y ഈസ് ഈക്വൽ ടു 3 കിട്ടും. പോയിന്റ് 2, 3 എന്ന് കിട്ടും. 2, 3 സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണെന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് ഓപ്ഷന് 2, 3 കൊടുത്താൽ 8 പ്ലസ് കിട്ടില്ല. സെക്കൻഡ് ഓപ്ഷന് 2, 3 കൊടുത്താൽ 6 പ്ലസ് 6 കിട്ടില്ല. അടുത്ത ഓപ്ഷന് 2, 3 കൊടുത്താൽ 8 മൈനസ് 9 മൈനസ് 1 കിട്ടും. തേർഡ് ഓപ്ഷൻ. ബാക്കിയുള്ളതും ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടോ. ഈ രണ്ട് ലൈനോടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് നമുക്ക് വരയ്ക്കാൻ പറ്റും. രണ്ട് ലൈൻസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ വി ഡ്രോ ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ്. അപ്പോൾ ഓപ്ഷൻ എല്ലാം തന്നെ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, വേറെ ഒന്നും ശരിയാവുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ലൈൻ ജോയിനിങ് 2 പോയിന്റ്സ് ഇസ് റൊട്ടേറ്റഡ്, സെയിം, അതായത് 1, 0, 4, 3. നോക്കൂ, 1, 0, 1, 0, 4, 3 is rotated in counter clockwise through an angle 15 degree. അതായത് ഈ ലൈനെ റൊട്ടേറ്റ് ചെയ്തു. ഓപ്പോസിറ്റ് ടു ക്ലോക്ക് ആട്ടോ, ഇങ്ങനെയല്ല, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തു. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്തത് അത് എവിടെ കൊണ്ടുവന്നു? ത്രൂ 15 ഡിഗ്രി, 15 ഡിഗ്രിയാണ് റൊട്ടേറ്റ് ചെയ്തത്. ഓൾറെഡി ഉണ്ടായിരുന്നെന്ന് 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ദെൻ ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ ദ ന്യൂ പൊസിഷൻ, പുതിയ പൊസിഷനിൽ വരുന്ന ഈ ലൈനില്ലേ, ഇതിൻ്റെ ഇക്വേഷൻ എന്തെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ ഡോട്ടഡ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 1, 0 ആണ്. സോ ഐ റൈറ്റ് y മൈനസ് 1 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 0. ഓക്കെ, ഇനി അതിൻ്റെ സ്ലോപ്പ് കിട്ടിയാൽ മതി. ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഇതായിരിക്കും. എക്സ് ആക്സിസുമായി ഫോം ചെയ്യുന്ന ആംഗിളിൻ്റെ ടാൻ വാല്യൂ ആണ് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഈ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ y2 മൈനസ് y1, 3 മൈനസ് 0 by x2 minus x1 which is 1. അപ്പോൾ ഈ ലൈനിൻ്റെ സ്ലോപ്പ് 1 ആണ്. സ്ലോപ്പ് 1 എന്ന് പറയുമ്പോൾ ഈ ആംഗിൾ 45 ഡിഗ്രിയാണ്. ഇത് 45, ഇത് 15. അപ്പോൾ ടോട്ടൽ എത്ര ഡിഗ്രി വന്നു? യെസ്, ടോട്ടൽ എന്ന് പറയുന്നത് 60 ഡിഗ്രി വന്നു അല്ലേ? 45 പ്ലസ് 50 എക്സ് ആക്സുമായിട്ടുള്ള ആംഗിളാണ് നോക്കുന്നത്, പോസിറ്റീവ് ഡയറക്ഷൻ, ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ 60 ഡിഗ്രി, ഹിയർ ഇറ്റ് ഈസ് ടാൻ 60, ദാറ്റ് ഈസ് സ്ലോപ്പ്. ടാൻ 60 എത്രയാണ്? √3. അപ്പോൾ y മൈനസ് 1 ഇസ് ഈക്വൽ ടു √3x എന്ന് വരും. അപ്പോൾ √3x മൈനസ് y പ്ലസ് 1 ഈക്വൽ ടു 0. തെറ്റിലോ? √3 ഓപ്ഷൻ ഉണ്ടോ അങ്ങനെ? √3x പ്ലസ് y, പോയിന്റിൽ മാറ്റമില്ല, √3x പ്ലസ് y മൈനസ് 1 ടാൻ 60. ആംഗിള് 45 തന്നെയല്ലേ? 4, 3, 3 മൈനസ് 0, 3, 4 മൈനസ് 1, 3 വരും, 3/3 1 വരും, 45 വരും. 45 എന്ന് പറയുമ്പോൾ ടോട്ടൽ ആംഗിള് 60 കിട്ടും. y മൈനസ് y നോട്ട് എസ്. തെറ്റിയത് എവിടെയാണ്? പോയിന്റ് എഴുതിയതാ തെറ്റിയത്. ശ്രദ്ധ കുറവാട്ടോ, സോറി, എൻ്റെ ശ്രദ്ധ കുറവ്. എവിടെയാ പോയിന്റ് തെറ്റിയത്? y മൈനസ് y നോട്ട്, y കോർഡിനേറ്റ് 0 ആട്ടോ, ഈക്വൽ ടു സ്ലോപ്പ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് നോട്ട് 1. ഓപ്ഷൻ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് മാർക്ക് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഓപ്ഷൻ മാർക്ക് ചെയ്തതിന് നെഗറ്റീവ് മാർക്ക് അടിച്ചേനെ. y is equal to √3 ഇൻറ്റു എക്സ് മൈനസ് 1. ഈ കോർഡിനേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. സോ y is equal to √3x മൈനസ് √3. ഇതെല്ലാം റൈറ്റിലേക്ക് പോയാൽ √3x മൈനസ് y മൈനസ് √3 is equal to 0. സെക്കൻഡ് ഓപ്ഷൻ, സോറി. The point of integral coordinates on the line that lie at a distance 2 units from the line. അതായത് ഈ ലൈനിലെ ഇൻ്റഗ്രൽ കോർഡിനേറ്റ്, ഒരു ലൈൻ ഉണ്ട് x പ്ലസ് y ഈക്വൽ ടു 1.
ഇതിനകത്തൊരു ഇൻ്റഗ്രൽ കോർഡിനേറ്റ് എടുത്തു, ഇൻറ്റിജർ കോർഡിനേറ്റ് ആട്ടോ. ഞാനിപ്പോൾ അതിനെ x1, y1 എന്ന് എടുത്തു എന്നിരിക്കട്ടെ. ഇറ്റ്സ് എ റിക്വയർഡ് പോയിന്റ്. വേറൊരു ലൈൻ ഉണ്ട്. ആ ലൈൻ 5x + 12y = 0 എന്നാണ്. ഈ ഡിസ്റ്റൻസ്, ഈ പോയിന്റിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് 2 ആണ്. എങ്കിൽ പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഒന്ന് കണ്ടു നോക്കിയാലോ. ഈ പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് മോഡുലസ് 5x1 + 12y1 / √25 + 144 = 2. ഈ പോയിന്റിൽ നിന്നിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ 5x1 + 12y1 = ഇത് √169 വരും. ഇറ്റ് ഈസ് 13. റൈറ്റിലേക്ക് പോയാൽ ± എടുക്കണമെങ്കിൽ എടുക്കാം, ±26. ഇതൊരു പോയിന്റ്. ഇനി x1, y1 ലൈസ് ഓൺ ദിസ് ലൈൻ. അപ്പോൾ x1 + y1 = 1 എന്ന് എടുക്കാം. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. x1, y1 എന്നുള്ള റിക്വയർഡ് പോയിന്റ് കിട്ടും. അപ്പം ഇതിനകത്ത് നിന്ന് വേണമെങ്കിൽ നമുക്ക് y1 = 1 - x1 എന്ന് എടുക്കാം. ആ പോയിന്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 5x1 + 12 - 12x1 = ±26. 5x1 - 12x1 is what? Which is -7x1 = +26 എടുത്താൽ 12 റൈറ്റിലേക്ക് പോകുമ്പോൾ 14 കിട്ടില്ലേ? അപ്പോൾ x1 എന്ന് പറഞ്ഞാൽ -2 കിട്ടും. x1 -2 കൂടെ കൊടുത്താൽ y1 എന്ന് പറയുന്നത് 3 കിട്ടും. അപ്പോൾ -2 3 അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 4 3. ഇവിടെ -26 എടുത്തിട്ടുണ്ടെങ്കിൽ 12 റൈറ്റിലേക്ക് പോകുമ്പോൾ സിംപ്ലിഫൈഡ് ആയി പോകുന്നില്ല. 26 36 38. അപ്പോൾ ഒരു ഇൻറ്റിജർ കോർഡിനേറ്റ് കിട്ടില്ല. അപ്പോൾ നമുക്കതിൻ്റെ പ്ലസ് എടുത്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ നോർമൽ ഫോം ഓഫ് ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രൈറ്റ് ലൈൻ. എന്തായിരുന്നു നോർമൽ ഫോം? അവരിത് തന്നിട്ടുണ്ട് x cos α + y sin α = p. അപ്പോൾ ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷനെ നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഡിവൈഡ് ദ എൻറ്റയർ ഇക്വേഷൻ √ കോഎഫിഷ്യൻ്റ് ഓഫ് x the whole square plus coefficient of y the whole square. ഇതുകൊണ്ട് കംപ്ലീറ്റ് ഇക്വേഷൻ ഡിവൈഡ് ചെയ്യണം. അതായത് നോർമൽ ഫോം x cos α + y sin α = p. First make the constant term shifted to right side and it become positive because it's a perpendicular distance from origin. Then divide the entire equation by √ coefficient of x the whole square plus coefficient of y the whole square = 1. കാരണം നോർമൽ ഫോമിലാണെങ്കിൽ പ്രത്യേകത കോഎഫിഷ്യൻ്റ് ഓഫ് x² + കോഎഫിഷ്യൻ്റ് ഓഫ് y² എന്ന് പറയുമ്പോൾ 1 കിട്ടും. cos² α + sin² α 1 കിട്ടും. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുന്നില്ലേ? അതേ ടെക്നിക്ക് തന്നെ. അപ്പോൾ ഇവിടെ എൻ്റെ ഇക്വേഷൻ √x-ൻ്റെ കോഎഫിഷ്യൻ്റ് 1, അതിൻ്റെ സ്ക്വയർ എടുത്താലും 1, വൈയുടെ കോഎഫിഷ്യൻ്റ് √3, ഈ സ്ക്വയർ എടുത്താൽ 3 which is 2. 2 കൊണ്ട് എൻ്റെ ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ we get 1/2x plus √3/2y = √3. കംപ്ലീറ്റ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ദ എൻറ്റയർ ഇക്വേഷൻ ബൈ 2. 1/2x √3/2y = സോ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ we get p = what? This is p. sin α 1/cos α 1/√1/2 sin α √3/2. That means alpha = 60 degree. അല്ലേ? cos α cos 1/2 sin √3/2 വരുന്നതും ആൽഫ 60 വരുമ്പോൾ സോ ആൽഫ is π/3 and p is √3. തേർഡ് ഓപ്ഷൻ. ആൽഫ is π/3 and p is √3. നോർമൽ ഫോമിലേക്ക് മാറ്റുന്നു. Angle between two lines is π/4. One of them slope is 1/2. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. tan theta = modulus m1 - m2/1 plus m1 m2. ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ tan theta എന്ന് പറയുന്നത് π/4 = modulus
m1 മൈനസ് 1/2. ഒരു ലൈൻ്റെ സ്ലോപ്പ് 1/2. 1 പ്ലസ് m1/2. ഓക്കെ, സിംപ്ലിഫൈ ദിസ്. tan pi/4 become 1. So I write plus or minus 1 is equal to മോഡുലസ് മാറ്റുന്നു 2m1 minus 1 2m1 minus 1 by 2 വരും, അത് താഴെയായിട്ട് കട്ട് ചെയ്ത് പോകുന്നു, പ്ലസ് 2 പ്ലസ് m1. ക്രോസ് മൾട്ടിപ്ലൈ ദിസ്. പ്ലസ് 1 എടുത്താൽ ഇറ്റ് ബിക്കം 2 പ്ലസ് m1 is equal to 2m1 minus 1, ഓർ മൈനസ് 1 എടുത്താൽ minus 2 minus m1 is equal to 2m1 minus 1. Simplify this. This shifted to right side. 3 is equal to m1, or shifted, which is equal to minus 1 is equal to 3m1. m1 is equal to minus 1/3. Minus 1/3 and 3. Minus 1/3 and 3. So another line has slope 3 or minus 1/3. ഫസ്റ്റ് ഓപ്ഷൻ. NCERTയിലെ ഫോമുല തന്നെ അപ്ലൈ ചെയ്യുന്നു. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ട്രേറ്റ് ലൈൻ പാസസ് ത്രൂ 2 പോയിന്റ്സ്. 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ y മൈനസ് y1 y മൈനസ് y1 ബൈ y2 മൈനസ് y1 y minus y1 by, ഇത് x1 y1 ഇത് x2 y2, y minus y1 by y2 minus y1 is equal to x minus x1 by x2 minus x1, that is y minus 1 by 1 is equal to 2x plus 1 by 3 അല്ലേ. 2 LCM എടുത്തു, 2x plus 1 by 2 വരും, ഇവിടെ 2 plus 1 by 2 വരും, 2 ക്യാൻസൽ. ക്രോസ് മൾട്ടിപ്ലൈ ദിസ്. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. 3y മൈനസ് 3 is equal to 2x plus 1, which is equal to 2x minus 3y. 2x minus 3y minus 4 is equal to 0. 2x minus 3y, sorry, plus 4 equal to 0. 2x മൈനസ് എല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. പ്ലസ് 4 is equal to 0. y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കണം. y ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എക്സിന് 0 കൊടുത്താൽ മതി. എക്സിന് 0 കൊടുത്താൽ മൈനസ് 3y is equal to പ്ലസ് 4 is equal to 0. y is equal to 4/3. ഫിഫ്ത്ത് ഓപ്ഷൻ. സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുന്നു. ഫോർ ഫൈൻഡിങ് y ഇൻ്റർസെപ്റ്റ് put x equal to 0, and finding x intercept put y is equal to 0 in the given equation. Next question. If the base of an equilateral triangle is given, in an equilateral triangle, its base is given. Its base is given. What is base? 2x minus y equal to 1. And the opposite vertex minus 1, 2, B, C. Then the length of the side of the triangle. നമ്മൾ നേരത്തെ ചെയ്ത ഒരു ക്വസ്റ്റിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. ലെങ്ത് ഓഫ് ദ സൈഡ്. പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇത് a/2, ഇത് a. This become d. So AD is equal to what? Modulus. പോയിന്റിൽ നിന്ന് ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് 2 into -1 -2 -1 by root of a square plus b square 4 plus 1, which is equal to -2 that is 5 by root 5, which is equal to what? Root 5. Yes, consider this triangle ADC. What is sin 60? In an equilateral triangle, this angle becomes 60. It's equal to opposite side is root 5 AD. Opposite side root 5. No. Yes, opposite side become AD. AD is root 5 by hypotenuse become A. What is sin 60? Sin 60 is root 3/2 is equal to root 5 by A. Cross multiply this. A is equal to what?
A is equal to 2 root 5 by root 3. A is equal to 2 root 5 by root 3. So 2 into root of 5 by 3. Second option is correct. Second option is correct. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പഠിക്കണമെങ്കിൽ പഠിക്കാം കേട്ടോ. സൈഡ് ഇസ് ഈക്വൽ ടു എ ഇസ് ഈക്വൽ ടു 2 by അല്ലെങ്കിൽ 2 by root 3 times of altitude. The area of the triangle bounded by the lines. രണ്ട് ലൈൻസ് തന്നിരിക്കുന്നു, അതിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. നമുക്ക് ഫിഗർ വരയ്ക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. See, just draw the figure. First line x equal to 4. x equal to 4 ഇങ്ങനെ വരയ്ക്കുന്നു. This become x equal to 4. Next, y equal to minus 4. y equal to minus 4 ഇങ്ങനെ വരയ്ക്കുന്നു. Next, y equal to x. y equal to x ഇങ്ങനെ വരയ്ക്കുന്നു. Okay. See, this line become this line become x equal to 4. This line become y is equal to minus 4. So this point become 4 comma minus 4. This is y equal to minus 4, x equal to 4. This line become y equal to x. y equal to x means this coordinate x become 4. So this become 4 comma 4. This become y coordinate is minus 4 comma minus 4. The area of this triangle, what's the area of this triangle? What is its base? Half into this become 4 units, this become 4 units. So length base become 8. Height, this become 4 and this become 4. Height, that is 8. So answer, അല്ലേ, ഇത് എക്സ് ആക്സിസ് ആണ് കേട്ടോ. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് വൈ ആക്സിസ്. ഈ പോർഷനോടെ വരും ചെയ്യുമ്പോൾ. അപ്പോൾ ഇത് 4, ഇത് 4, ടോട്ടൽ 8, ഇത് 4, ഇത് 4, ടോട്ടൽ 8. സോ ആൻസർ ഈസ് 8 into 4, 32. 8 into 4, 32. Fourth option is correct. 8 into 4, 32. Fourth option is correct. Next question. Let P12, QAB, RS എല്ലാം തന്നിട്ടുണ്ട്. Vertices of a parallelogram. Just draw a parallelogram. P is what? 1, 2. Q is what? Q is AB. R is 5, 7. S 2, 3. See, the vertices, then AB evaluate ചെയ്യണം. AB evaluate ചെയ്യാൻ നിങ്ങൾക്കറിയാം, diagonals of a parallelogram bisect each other. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് കട്ട് എഴുതാം. എന്താണ്? Vertex Q is equal to P plus R minus S. P plus R minus S. അതായത് ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് എടുക്കുന്നത് മിഡ് പോയിന്റ് ഈക്വേറ്റ് ചെയ്യും, 2 കട്ട് ചെയ്ത് ചെയ്യും, സിംപ്ലിഫൈ ചെയ്യും. അപ്പോൾ ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്ന് വെച്ചാൽ P plus R, 1 plus 5. എക്സ് കോർഡിനേറ്റ് ആഡ് ചെയ്യുന്നു കേട്ടോ. 1 plus 5 minus S, that is 2. 1 plus 5 minus 2, comma. What is y coordinate? Y coordinate 2 plus 7 minus 3. P plus R minus S. That is 6 minus 2, it becomes 4. 9 minus 3, it becomes 6. So 4 comma 6, A is equal to 4, B is equal to 6. Fifth option is correct. ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. 14 plus 2, 16 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് എന്നുള്ള ടോപ്പിക്കിൽ നിന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നുള്ളൂ. ജിയോമെട്രി കൺസെപ്റ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത്യാവശ്യം NCERT ഫോർമുല പഠിച്ചെടുത്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് സ്ട്രെയിറ്റ് ലൈൻസ്. അപ്പോൾ അടുത്ത ദിവസം വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.